ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഈ ക്രിസ്മസിന് സ്പെഷ്യലായി നമുക്കൊരു നാടൻ ബീഫ് കറി തയ്യാറാക്കി നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 20 ചെറിയ ഉള്ളി 2 മുറിച്ചത്, ഒരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങാക്കൊത്ത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് ചതച്ചത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉലുവ, കടുക് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയുമാണ് വേണ്ടത്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അത് നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉലുവ എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോഴേക്ക് അതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ ഒരു 5 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സവാള വഴറ്റുന്നത് കുക്കറിൽ തന്നെ ചെയ്താലും മതി. നമുക്കൊരു 5 വിസിൽ വരുന്നവരെ വേവിക്കാം. ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒരു 10 മിനിറ്റ് എണ്ണ തെളിയുന്നവരെ വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഉപ്പൊക്കെ അത് പാകത്തിനാണോ എന്ന് നോക്കുക. ബീഫ് കറി എണ്ണയൊക്കെ തെളിഞ്ഞിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.